അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുളപ്പിച്ച ചെറുപയറും ചീരയും കൊണ്ടുള്ള അടിപൊളി ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ റസിയാസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനിവിടെ ചെറുപയർ ചീരദോശ ഉണ്ടാക്കാൻ വേണ്ടി മുളപ്പിച്ച ചെറുപയർ 1 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. പിന്നെ ചീര 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ 3/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിയിൽ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള പച്ചമുളക്, ഇഞ്ചിയും കറിവേപ്പിലയും ചീരയും അതുപോലെ തന്നെ മുളപ്പിച്ച ചെറുപയറും ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് 1/2 കപ്പ് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. മുളപ്പിച്ച ചെറുപയറൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അത്. ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് റാഗിപ്പൊടി ചേർത്തിട്ട് ഇതേ രീതിയിൽ തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഒരുവിധം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സിയുടെ മൂടിൻ്റെ മേലേമ പോലെ ജാറിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളമൊഴിച്ച് ഒന്നും കൂടി അരച്ചെടുക്കാം. ഇപ്പോൾ ചെറുപയറും ചീരയും എല്ലാം നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള 3/4 കപ്പ് ഗോതമ്പ് പൊടിയിൽ നിന്ന് പകുതി ഞാൻ ഇട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കത് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കുറേശ്ശായിട്ട് ഇട്ട് അടിച്ചെടുക്കുന്നത്. അപ്പം ഇനി ബാക്കിയുള്ള ഗോതമ്പ് പൊടിയും കൂടി അതിലേക്ക് ഇട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഈ ദോശ നമുക്ക് മാവ് അരച്ചെടുത്താൽ അപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ കറക്റ്റാണ്. ഇനി വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം. നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ടുള്ളത്. ചട്ടിയിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ദോശ നമുക്കൊന്ന് മറിച്ചിട്ട് മൊരിച്ചെടുത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഈ ദോശയ്ക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ നമ്മൾ തേങ്ങയും പച്ചമുളകൊക്കെ ചേർത്തുണ്ടാക്കുന്ന ആ ഒരു ചട്നി ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇതാ നമ്മളുടെ ചെറുപയർ ചീരദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുളപ്പിച്ച ചെറുപയറും ചീരയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.